ലോകത്ത് അനേകം മതങ്ങളും ആചാരങ്ങളും കൊണ്ട് നിറഞ്ഞ ഈ ഭൂമുഖത്ത് ഒരു സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജനതയും ജീവിത രീതികളും അവയുടെ വ്യത്യാസങ്ങളും അനുസരിച്ച് മുൻപോട്ട് കുതിക്കുന്ന ഒരേ ഒരു രാജ്യമാണ് ഭാരതം. അവിടുത്തെ സംസ്കാരത്തെ സനാതനധർമ്മമെന്നും ഇവിടെ വസിക്കുന്ന സർവചരാചരങ്ങളെയും ഹിന്ദുവെന്ന് വിളിക്കുന്നുവെന്നും ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ നൂറ്റാണ്ടുകളായി ഈ ജനത പല തട്ടുകളിൽ ആണെന്നതാണ് സത്യം. കാരണം ഒരുമയില്ല എന്നത് തന്നെ. ഹിന്ദുക്കളുടെ കുടുംബത്തിലാണ് കലഹം. അതിന് ഒരു മാറ്റം വരുന്ന ഒരു കാലം മുന്നിൽ അവതരിക്കുമ്പോൾ ആണ് ഈ വീഡിയോയുടെ പ്രസക്തി. ഈ ജനതയുടെ പ്രത്യേകത, ഒരു കുടുംബമെന്നത് വലിയ പ്രത്യേകതയാണ്. മാതാപിതാക്കൾ പറയുന്ന, അതായത് ജീവിതാനുഭവങ്ങളുള്ളവർ പറയുന്നു, അത് അടുത്ത തലമുറ അത് കേൾക്കുന്നു, അനുസരിക്കുന്നു, പിന്നീട് ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ അത് അനുവർത്തിക്കുന്നു. ആദ്യം രക്ഷകർത്താക്കളോട് ഒരു കഥ പറഞ്ഞു തുടങ്ങാം. രാമായണകാലത്ത് സീതയെ അന്വേഷിച്ചിറങ്ങി ശ്രീരാമചന്ദ്രനും കൂട്ടരും രാമേശ്വരത്തെത്തി. അവിടെ നിന്നും ലങ്കയിലേക്ക് 100 യോജന ദൂരമുണ്ട്. എങ്ങനെ പോകും, എങ്ങനെ ചാടിക്കിടക്കും എന്ന ആശങ്കയിൽ വാനരന്മാർ ഒരു യോഗം ചേർന്നു. ആ സമയത്ത് ജാംബവാനും ഹനുമാനും ഉൾപ്പെടെ കൂലം കലുഷമായി ആലോചിക്കുകയാണ്. ഈ സമയത്ത് ജാംബവാൻ പറഞ്ഞു, ഹനുമാന് സാധിക്കും. അപ്പോൾ ഹനുമാനൊരു സംശയം, എന്താ ഈ പറയുന്നേ? ഹനുമാനോട് ജാംബവാൻ പറഞ്ഞു, നീ കുട്ടിയായിരുന്നപ്പോൾ സൂര്യനെ കണ്ട് പഴമാണെന്നോർത്ത് 100 യോജനയ്ക്ക് മേൽ ചാടി പിടിക്കാൻ പോയപ്പോൾ നിന്റെ ദേഹമാസകലം പൊള്ളി താഴേക്ക് പോകുന്നത് നിനക്ക് ഓർമ്മയില്ലേ? അതിൻ്റെ 10 ദൂരമേ ഉള്ളൂ. നിനക്ക് സാധിക്കും, നിനക്കേ സാധിക്കൂ. അങ്ങനെ ജാംബവാൻ പറഞ്ഞതനുസരിച്ച് ഹനുമാൻ ചാടി വിജയം വരിച്ച കഥ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഇനി വേറൊരു കഥ പറയാം. മഹാഭാരത യുദ്ധമാണ്. ഈ മഹാഭാരത യുദ്ധത്തിൽ കൗരവവംശത്തിൻ്റെ രാജാവ് ദുര്യോധനൻ പട നയിക്കുന്നു. രാജാവിൻ്റെ തേരാളിയാകട്ടെ ശല്യരും. ശരിക്കും പേരിൻ്റെ അർത്ഥവുമായി വളരെ സാമ്യമുള്ളതായിരുന്നു സ്വഭാവവും. യുദ്ധത്തിൽ എപ്പോഴൊക്കെ അമ്പ് തൊടുക്കാൻ നോക്കുമ്പോൾ ശല്യർ മുന്നിലിരുന്ന് പറയും, ഇപ്പം അമ്പ് ചെയ്യരുത്, നമുക്ക് അപകടമാവും. ഇത്തരത്തിൽ ഓരോ നിമിഷവും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, അനങ്ങാൻ സമ്മതിക്കില്ല. അവസാനം എന്തായി? കൗരവരും നശിച്ച് ആ രാജവംശം തന്നെ ഇല്ലാതായി. പക്ഷേ മറുപക്ഷത്ത് നോക്കൂ, ശ്രീകൃഷ്ണൻ തേർതെളിച്ച് അർജുനന് വേണ്ട ഉപദേശവും കാലവും സമയവും അടവുകളും പറഞ്ഞ് ആ വിജയത്തെ കൈവരിച്ച കഥ. ഈ കഥ ഞാനിവിടെ പറഞ്ഞത് നമ്മുടെ രക്ഷകർത്താക്കൾ എങ്ങനെയായിരിക്കണം എന്നതിനാണ്. രക്ഷകർത്താക്കൾ ഗുരുക്കന്മാർ, ജാംബവാൻ, ശല്യർ, ശ്രീകൃഷ്ണൻ, ഇവരിൽ ആരുടെ ഉപദേശമാണ് സ്വീകരിക്കേണ്ടത് എന്ന് നിങ്ങൾ തന്നെ പറയൂ. ആദ്യമേ തന്നെ പറയട്ടെ, നമ്മൾ ഈശ്വരൻ്റെ സന്താനമാണെന്ന് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക. ഹേ അമൃതസ്യ പുത്ര എന്നാണ് വിളിക്കുന്നത്. ഇവരെ നേർവഴിക്കെത്തിക്കാൻ ചില ചെറിയ മാർഗങ്ങളിലൂടെ സാധിക്കും. ഇതിൽ കുടുംബം മുഴുവൻ അണിചേരണം. എന്നു പറഞ്ഞാൽ വീട്ടിലുള്ളവർ സഹകരിക്കണം. അതിരാവിലെ എല്ലാവരും ഉറക്കമെഴുന്നേൽക്കുക. എന്നിട്ട് കിടക്കയിൽ വെച്ച് തന്നെ തൻ്റെ ഇരുകരങ്ങളിൽ നോക്കി ധനസമൃദ്ധി ധനസമൃദ്ധി എന്ന് 18 ജപിക്കുക. എന്നിട്ട് തൻ്റെ എല്ലാ സമ്പത്തിനും കാരണക്കാരനായ തൻ്റെ ഇരുകരങ്ങളും ചേർത്ത് പിടിച്ച് ഉള്ളം കൈയിൽ നോക്കി, കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതേ ഗൗരി, പ്രഭാതേ കരദർശനം എന്ന മന്ത്രം ചൊല്ലി 9 പ്രാവശ്യം
ദീർഘമായി ശ്വാസമെടുത്ത് സാവധാനം പുറത്തുവിട്ട് കയ്യും കാലും കൂട്ടിത്തിരുമ്മി ഭൂമിയിൽ കാല് അല്ലെങ്കിൽ പാദം സ്പർശിക്കുന്നതിന് മുമ്പ് സമുദ്രവസനേ ദേവി പർവതസ്തനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് ചൊല്ലി തൻ്റെ വലത് കൈപ്പത്തി ഭൂമിയിൽ തൊട്ട് നമസ്കരിക്കുക. എൻ്റെ പാദം ഭൂമിയിൽ പതിക്കുന്നതിന് ആ ഭൂമിദേവിയോട് ക്ഷമ ചോദിക്കുകയാണ്. ഇനി ബാക്കി ഭാഗം നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ താങ്കളുടെ മനസ്സിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും വരുന്നതുവരെ നന്ദി, നമസ്കാരം.